ഗുഡ് മോർണിംഗ്. ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൻ്റെ കോൺട്രാക്റ്റ് അക്കൗണ്ടാണ് നമ്മൾ ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഫോർമാറ്റ് ഇതാ. ഒന്നുമില്ല, എന്താണ് ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസസ് ഒക്കെ എഴുതുക, ക്രെഡിറ്റ് സൈഡിൽ ഇങ്ങോട്ടുള്ള ഇൻകം ഒക്കെ എഴുതുക, അതേ ഉള്ളൂ. അപ്പോൾ ഇത് മെറ്റീരിയൽ വാങ്ങിയത്, ലേബർ ചാർജ്, പ്ലാന്റ്, ഓവർഹെഡ്, എന്ത് എക്സ്പെൻസസ് പറയുകയാണെങ്കിലും അത് ഇവിടെ എഴുതുക. ടു കോസ്റ്റ് ഓഫ് സബ് കോൺട്രാക്റ്റ് കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും വേറെ സബ് കോൺട്രാക്റ്റ് ആക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനുണ്ടായ ചിലവ് ഇത്രയും എഴുതുക. പിന്നെ ബൈ വർക്ക് ഇൻ പ്രോഗ്രസ് എഴുതിയിട്ട് വർക്ക് സർട്ടിഫൈഡ് വേറെ അൺസർട്ടിഫൈഡ് വേറെ ആക്കിയിട്ട് എഴുതുക, രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുക. ബൈ മെറ്റീരിയൽസ് റിട്ടേൺഡ്, എന്തെങ്കിലും പണി കഴിഞ്ഞാൽ ബാക്കിയുള്ള മെറ്റീരിയൽ റിട്ടേൺ ചെയ്തിട്ടുള്ള ഇൻകം ഉണ്ടെങ്കിൽ അത് എല്ലാ ഇൻകവും ബൈ ഇത് വർക്ക് സർട്ടിഫൈഡ് അൺസർട്ടിഫൈഡും കോൺട്രാക്റ്റിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന പൈസയാണ് അല്ലേ. വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ ഓഡിറ്ററോ വന്നിട്ട് എൻജിനീയറോ വന്നിട്ട് സർട്ടിഫൈ ചെയ്ത വർക്ക്, മറ്റേത് വർക്ക് കഴിഞ്ഞെങ്കിലും സർട്ടിഫൈ ചെയ്തിട്ടില്ലാത്ത വർക്ക്. ബൈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഫിക്സഡ് ആയിട്ടുള്ള അസറ്റാണ്, അതായത് മെഷീൻ്റെ ഒക്കെ പോലെ. ഇപ്പോൾ ഈ കോൺട്രാക്റ്റിലധികവും കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ അല്ലേ, അപ്പോൾ അവിടെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ വലിയ സിമെൻറ്റ് കുഴക്കുന്ന മെഷീനോ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ പ്ലാന്റ് ആയിട്ട് വരും. അപ്പോൾ ആ പ്ലാന്റിൻ്റെ റേറ്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ എന്തെങ്കിലും പറയുമ്പോൾ ഡിപ്രിസിയേഷൻ റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ ആ പ്ലാന്റ് ഇപ്പോൾ വിൽക്കുമ്പോൾ പണി കഴിഞ്ഞിട്ട് വിൽക്കുമ്പോഴുള്ള റേറ്റ് ആവും, അന്നത്തെ റേറ്റ് ആവും ആ പ്ലാന്റിൻ്റെ. അപ്പോൾ ആ പ്ലാന്റിൻ്റെ എമൗണ്ടിൽ നിന്ന് ഡിപ്രിസിയേഷൻ എത്ര പറഞ്ഞതെന്ന് കുറച്ചാൽ അത്, എന്നിട്ട് രണ്ടും കൂടി ടോട്ടൽ ചെയ്തിട്ട് ബാലൻസ് ഫിഗർ എവിടെ വരുന്നത്, ഇപ്പുറത്ത് വരികയാണെങ്കിൽ പ്രോഫിറ്റ്, ഇപ്പുറത്ത് വരികയാണെങ്കിൽ ലോസ്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ്, ഈ പ്രോഫിറ്റിന് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് ആയതുകൊണ്ട് ശരിക്കുള്ള പ്രോഫിറ്റ് അല്ല, കാരണം ഈ വർഷത്തെ എൻഡിങ്ങിൽ ഉണ്ടാക്കിയ കോൺട്രാക്റ്റ് അക്കൗണ്ടാണെന്നേ ഉള്ളൂ, കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് ആ പ്രോഫിറ്റിനെ നോഷണൽ പ്രോഫിറ്റാണെന്ന് വിളിക്കുക, അത് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ നോഷണൽ പ്രോഫിറ്റ് എഴുതുക, അതിൻ്റെ ബാലൻസിങ് ഫിഗർ ഇങ്ങോട്ട് താഴോട്ട് ഇടുക. എന്നിട്ട് നോഷണൽ പ്രോഫിറ്റ് എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ, എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്ത എത്ര %ആണ്, 1/4 ആണെങ്കിൽ എത്ര കൊടുക്കണം, നോഷണൽ പ്രോഫിറ്റ് എന്ത് ചെയ്യണം, 1/2 ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ അത് പ്രകാരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ എത്രയാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തത് അതിനനുസരിച്ചിട്ട് നോഷണൽ പ്രോഫിറ്റ് എത്ര ട്രാൻസ്ഫർ ചെയ്യണമെന്ന് തീരുമാനിക്കുക. പിന്നെ വർക്ക് ഇൻ പ്രോഗ്രസ്, ഇതിൻ്റെ ബാലൻസിങ് ഫിഗർ വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്ക് കൊടുക്കുക, വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ. ഇനി ഈ പ്രോബ്ലം നോക്കാം. ദ കോൺട്രാക്ട് ലെഡ്ജർ ഓഫ് എ കമ്പനി ഷോഡ് ദ ഫോളോയിങ് എക്സ്പെൻഡിച്ചർ ഓൺ അക്കൗണ്ട് ഓഫ് കോൺട്രാക്ട് അക്കൗണ്ട്, കോൺട്രാക്ട് നമ്പർ 1470, ഇത് കോൺട്രാക്ട് നമ്പറാണ്, at 31st December 2020 എന്ന് പറഞ്ഞിട്ട് എക്സ്പെൻസസ് ഒക്കെ തന്നിട്ടുണ്ട്. ദ കോൺട്രാക്ട് വാസ് കമൻസ്ഡ് ഇൻ January 2020 ആൻഡ് ദ കോൺട്രാക്ട് പ്രൈസ് 4 ലക്ഷത്തിൻ്റെ കോൺട്രാക്റ്റ് ആണ്. ക്യാഷ് റിസീവ്ഡ് ഓൺ അക്കൗണ്ട്, 4 ലക്ഷം മുഴുവൻ കിട്ടൂല, കോൺട്രാക്റ്റ് എത്രൻ്റെ ആണെന്ന് പറഞ്ഞതേ ഉള്ളൂ. ക്യാഷ് റിസീവ്ഡ് ഓൺ അക്കൗണ്ട് ടു ഡേറ്റ് വാസ് 1,72,000 rupees ക്യാഷ് കിട്ടിയത്. റെപ്രസെൻറ്റിങ് 80% ഓഫ് ദ വർക്ക് സർട്ടിഫൈഡ്, വർക്ക് സർട്ടിഫൈഡ് എത്രയാണെന്ന് തന്നിട്ടില്ല, പകരം വർക്ക് സർട്ടിഫൈഡിൻ്റെ 80% 1,72,000 കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ വർക്ക് സർട്ടിഫൈഡ് എത്രയാണെന്ന് കാണാൻ എങ്ങനെ നോക്കുക, 1,72,000 ഇൻറ്റു 100/80 ചെയ്താൽ മതി. അപ്പം എന്തിൻ്റെ 80% ആണ് 1,72,000 എന്ന് കിട്ടും. ദ റിമൈനിങ് 20% ബീയിങ് റിറ്റെയിൻഡ് അണ്ടിൽ കംപ്ലീഷൻ ആയാലേ ബാക്കി 20% കിട്ടുള്ളൂ. ദ വാല്യൂ ഓഫ് മെറ്റീരിയൽസ് ഓൺ ഹാൻഡ്, വർക്ക് കഴിഞ്ഞിട്ടുള്ള മെറ്റീരിയൽസ് ഓൺ ഹാൻഡ് 4,500 ആണ്, അപ്പോൾ അത് ഇൻകത്തിൽ എഴുതുക. ദ വർക്ക് ഫിനിഷ്ഡ് ബട്ട് നോട്ട് സർട്ടിഫൈഡ് 4,000, അത് പറഞ്ഞാൽ വർക്ക് കഴിഞ്ഞു പക്ഷെ സർട്ടിഫൈ ചെയ്തിട്ടില്ല, അപ്പം വർക്ക് അൺസർട്ടിഫൈഡ്. അപ്പോൾ ഇവിടെ വർക്ക് സർട്ടിഫൈഡും കിട്ടി, വർക്ക് അൺസർട്ടിഫൈഡും കിട്ടി. വർക്ക് സർട്ടിഫൈഡ് കിട്ടാൻ നമ്മൾ പറഞ്ഞല്ലോ 1,72,000 ഇൻറ്റു 100/80 ചെയ്താൽ മതിയെന്ന്. ഇനി പ്രിപ്പയർ ആൻ അക്കൗണ്ട് ഇൻ റെസ്പെക്ട് ഓഫ് കോൺട്രാക്ട് ഷോയിങ് പ്രോഫിറ്റ് ടു ഡേറ്റ് അസ്യൂമിങ് ഡിപ്രിസിയേഷൻ ഓൺ പ്ലാൻ 10%. പ്ലാന്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട് 12,000, അപ്പോൾ അതിന് പ്ലാന്റ് ചെയ്താൽ എന്നിട്ട് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 10% എഴുതിയിട്ട് അത് കുറച്ചിട്ട് വേണം ഇവിടേക്ക് എഴുതാൻ. ആൻഡ് സ്റ്റേറ്റ് ദ പ്രൊപ്പോർഷൻ ഓഫ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി വുഡ് ബി ജസ്റ്റിഫൈഡ് ഇൻ ടേക്കിംഗ് ടു ദ ക്രെഡിറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വരച്ച് വെച്ചു. ഇനി ഈ സൈഡിൽ
ഇൻകംസ് ഒക്കെ എഴുതാം, ഈ സൈഡിൽ എക്സ്പെൻസസ് എഴുതാം. അപ്പോൾ ഇവിടെ തന്ന എക്സ്പെൻസസ് ഒക്കെ ഇപ്പുറത്തേക്ക് എഴുതാം. എല്ലാ എക്സ്പെൻസസും എഴുതി, ക്വസ്റ്റ്യനിൽ ഈ എക്സ്പെൻസസ് ഒക്കെ എഴുതി. ഇനി എന്താ, ക്രെഡിറ്റ് സൈഡിൽ ഇൻകംസ് ഒക്കെ എഴുതണം. അപ്പോൾ ആദ്യം ബൈ വർക്ക് ഇൻ പ്രോഗ്രസ് എഴുതിയിട്ട് വർക്ക് സർട്ടിഫൈഡ് എത്ര, അൺസർട്ടിഫൈഡ് എത്രയെന്ന് എഴുതാം. ബൈ വർക്ക് ഇൻ പ്രോഗ്രസ്, വർക്ക് സർട്ടിഫൈഡ്. വർക്ക് സർട്ടിഫൈഡ് എത്രയാണ്? 1,72,000 ആണ് വർക്ക് സർട്ടിഫൈഡിൻ്റെ 80% എന്ന് പറഞ്ഞു. അപ്പോൾ വർക്ക് സർട്ടിഫൈഡ് കാണാൻ 1,72,000 ഇൻറ്റു 100/80, 2,15,000. അത് ഇവിടെ എഴുതുക, കാരണം രണ്ടും കൂടി ടോട്ടൽ ചെയ്തിട്ട് വർക്ക് സർട്ടിഫൈഡ് അൺസർട്ടിഫൈഡ് ടോട്ടൽ ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് എഴുതിയാൽ മതി. വർക്ക് അൺസർട്ടിഫൈഡ്, വർക്ക് അൺസർട്ടിഫൈഡ് ക്വസ്റ്റ്യനിൽ നേരെ തന്നിട്ടുണ്ട്. വർക്ക് ഫിനിഷ്ഡ് ബട്ട് നോട്ട് സർട്ടിഫൈഡ് 4,000. രണ്ടും കൂടി ടോട്ടൽ ചെയ്താൽ 2,19,000 കിട്ടും. ഇനി എന്തൊക്കെ ഇൻകംസാണ് തന്നത്? മെറ്റീരിയൽസ് ഇൻ ഹാൻഡ്, കയ്യിലുള്ള മെറ്റീരിയൽസ്, അത് വിറ്റാൽ പൈസ കിട്ടും. അപ്പോൾ അത് ഇൻകമാണ് 4,500. പിന്നെ പ്ലാന്റ് തന്നിട്ടുണ്ട് എത്രയെന്ന്, പ്ലാന്റിൻ്റെ 10% ഡിപ്രിസിയേഷനും ചെയ്യണം. അതായത് പ്ലാന്റ് വാങ്ങുമ്പോൾ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇനി തിരിച്ച് പ്ലാന്റ് ക്ലോസ് ചെയ്യുമ്പോൾ ആ പ്ലാന്റ് വിറ്റാ പൈസ കിട്ടുന്ന സാധനമാണ്. ഒരു മെഷീനാണെങ്കിൽ അത് ക്ലോസ് ചെയ്യുമ്പോൾ അത് വിറ്റാ പൈസ കിട്ടുന്ന സാധനമായതുകൊണ്ട് അതിൻ്റെ വാല്യൂവും കൂടെ, അതിൻ്റെ ഡിപ്രിസിയേഷൻ കുറച്ചിട്ടുള്ള വാല്യൂ ഇപ്പുറത്തേക്ക് എഴുതണം. അതുകൊണ്ട് പ്ലാന്റ് എഴുതിയിട്ട് ഡിപ്രിസിയേഷൻ കുറക്കുക, എന്നിട്ട് ആ വാല്യൂ ഇങ്ങോട്ട് എഴുതുക. ഇത് P&L അക്കൗണ്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഈ സൈഡിൽ ഇൻകമും ഈ സൈഡിൽ എക്സ്പെൻസസും. ബൈ പ്ലാന്റ് അറ്റ് സൈറ്റ്, ആ സൈറ്റിൽ കൊടുത്ത പൈസ കിട്ടുന്നതെല്ലാം നമ്മൾ ഇപ്പുറത്തേക്ക് എഴുതണം ഇൻകമായിട്ട്. ബാക്കിയുള്ള മെറ്റീരിയൽസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് ഒക്കെ. ഡിപ്രിസിയേഷൻ 10%, 12,000 10% 1,200 ലെസ് ചെയ്താൽ ബാക്കി 10,800. അപ്പോൾ ഇത്രയും ആയപ്പോൾ ഇൻകംസും എക്സ്പെൻസസും ഒക്കെ എഴുതി. ഇനി ബാലൻസിങ് ഫിഗർ ഇവിടെ വരികയാണെങ്കിൽ എന്താണ്, എക്സ്പെൻസ് സൈഡിൽ കുറവാണെന്നല്ല അർത്ഥം. അപ്പം ഇൻകം സൈഡ് കൂടുതലാണ്, അതിനർത്ഥം പ്രോഫിറ്റാണ്. ഇപ്പുറത്ത് ബാലൻസിങ് ഫിഗർ വരികയാണെങ്കിൽ ലോസാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്യുക, ഈ സൈഡാണ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. ഡെബിറ്റ് സൈഡിൽ ബാലൻസ് വരുമ്പോൾ പ്രോഫിറ്റ് ആയിരിക്കും 2,34,300. ഇതേ ടോട്ടൽ തന്നെ കൂടുതലുള്ള ടോട്ടൽ ചെയ്യുക, അതേ ടോട്ടൽ തന്നെ ഇവിടെ ഇടുക, എന്നിട്ട് ഇതൊന്നും ബാക്കി ഇതൊക്കെ മൈനസ് ചെയ്യുക. അപ്പോൾ ബാലൻസിങ് ഫിഗർ 2, അതാണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഇൻകംപ്ലീറ്റ് അക്കൗണ്ട് ആയതുകൊണ്ട് പ്രോഫിറ്റ് എന്നല്ല, നോഷണൽ പ്രോഫിറ്റിനെ വിളിക്കാൻ പറ്റുള്ളൂ. തൽക്കാലം പ്രോഫിറ്റ് ആണെന്നേ ഉള്ളൂ. നോഷണൽ പ്രോഫിറ്റ് ക്യാരിഡ് ഡൗൺ, അതാണ് ബാലൻസിങ് ഫിഗറാണ്. 2,34,300 നിന്നും ഈ എമൗണ്ട്സ് ഒക്കെ മൈനസ് ചെയ്താൽ 18,600. അപ്പോൾ ആ നോഷണൽ പ്രോഫിറ്റ് ഇങ്ങോട്ട് ബ്രോട്ട് ഡൗൺ ചെയ്യാം. ബൈ നോഷണൽ പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ 18,600. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ നോഷണൽ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? നമ്മൾ പറഞ്ഞ 1/4 കോൺട്രാക്റ്റിൻ്റെ വർക്ക് സർട്ടിഫൈഡ് മൊത്തം കോൺട്രാക്റ്റ് എമൗണ്ടിൻ്റെ 1/4 ആണെങ്കിൽ, അല്ലെങ്കിൽ അതിലും കുറവാണെങ്കിൽ ഫുള്ള് റിസർവിലേക്ക്, P&L അക്കൗണ്ടിലേക്ക് ഒന്നുമില്ല. എന്നാൽ 1/4 കൂടുതലാണ്, ഭാഗത്തിനേക്കാളും കൂടുതലാണ്. എന്നാൽ ഹാഫിനേക്കാളും കുറവുമാണ്, ഹാഫ് എത്തിയിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ 1/3 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്, ബാക്കി റിസർവിലേക്ക്. ഇനി ഹാഫിൽ കൂടുതലോ കംപ്ലീറ്റ് ചെയ്ത കോൺട്രാക്റ്റ് ആണെങ്കിൽ 2/3 P&L അക്കൗണ്ടിലേക്ക്, ബാക്കി റിസർവിലേക്ക്. അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റ് എത്ര കംപ്ലീറ്റ് ചെയ്തെന്ന് നോക്കാം. നമ്മൾ കോൺട്രാക്റ്റ് 4 lakh rupees കോൺട്രാക്റ്റ് ആണെന്ന് പറഞ്ഞു. എത്ര ശതമാനം കംപ്ലീറ്റ് ചെയ്തു നോക്കാൻ, എത്ര ശതമാനം പൈസ കിട്ടി ഈ കോൺട്രാക്ട് പ്രൈസിൻ്റെ നോക്കിയാൽ മതി. അപ്പോൾ കോൺട്രാക്ട് പ്രൈസ് 4 lakh ആണ്.
വർക്ക് സർട്ടിഫൈഡ് എത്രയും നോക്കിയാൽ മതി, അൺസർട്ടിഫൈഡ് കൂട്ടണ്ട. അപ്പോൾ വർക്ക് സർട്ടിഫൈഡ് 2,15,000 ആണ്. അപ്പോൾ 4 ലാഖിൻ്റെ ഹാഫിൽ കൂടുതലോ ആണോ 2,50,000? 4 ലാഖിൻ്റെ ഹാഫ് തന്നെ എത്രയാണ്? 4 ലാഖിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 2 ലക്ഷം. 2 ലക്ഷത്തിലും കൂടുതലല്ലേ? അപ്പോൾ ഹാഫ് ഓർ മോറായി, അതുകൊണ്ട് 2/3 എടുക്കാം. നമ്മൾ മുന്നേ എഴുതിയ ഇതൊക്കെ ഹാഫ് ഓർ മോർ ആണെങ്കിൽ നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് ടു P&L അക്കൗണ്ടിലേക്ക്, ബാക്കി റിസർവിലേക്ക്. P&L അക്കൗണ്ട്. ഇപ്പം നോഷണൽ പ്രോഫിറ്റ് എത്ര? 18,600 ഇൻറ്റു ഹാഫിലും കൂടുതലായതുകൊണ്ട് 2/3 എടുക്കുകയാണ്. 2/3 ഇൻറ്റു വർക്ക് സർട്ടിഫൈഡ് ക്യാഷ് റിസീവ്ഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ക്യാഷ് റിസീവ്ഡ് 1,72,000 ആണ്. വർക്ക് സർട്ടിഫൈഡ് എത്ര? 2,15,000 ആണ്. ഈ ക്വസ്റ്റ്യനിൽ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട്, കോൺട്രാക്റ്റ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ, ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇത് എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് കാണിച്ചു തരാം. വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ എന്തൊക്കെ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ക്രെഡിറ്റ് ചെയ്തതൊക്കെ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിന് എഴുതിയിട്ട് ഡെബിറ്റ് ചെയ്യണം. അതായത് കോൺട്രാക്റ്റ് ഇപ്പുറത്ത്, അതായത് വർക്ക് സർട്ടിഫൈഡും അൺസർട്ടിഫൈഡും അല്ല ഇവിടെ എഴുതിയത്, ഇതിൻ്റെ ടോട്ടൽ വർക്ക് ഇൻ പ്രോഗ്രസ് അത് കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ ടു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്യാം. ടു കോൺട്രാക്റ്റ് അക്കൗണ്ട് ആ വർക്ക് ഇൻ പ്രോഗ്രസ് രണ്ടും കൂടി ഇട്ട് ടോട്ടൽ സർട്ടിഫൈഡും അൺസർട്ടിഫൈഡും കൂടിയുള്ള ടോട്ടൽ. ഇനി ബാലൻസിങ് ഫിഗർ എന്താ ചെയ്യുക? ഇനി എന്തും കൂടെ എവിടെ എഴുതാനുണ്ട്? നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് റിസർവിലേക്ക് അല്ലേ, അത് ഇപ്പുറത്ത് ക്രെഡിറ്റ് ചെയ്യാം. ബൈ ഇപ്പുറത്ത് 2 എന്ന് എഴുതിയത് ഇവിടെ ബൈ എന്ന് എഴുതാം. ബൈ കോൺട്രാക്റ്റ് അക്കൗണ്ട് റിസർവിലേക്ക് മാറ്റിയ ബാക്കി എമൗണ്ടാണ് നമ്മളിവിടെ എഴുതിയില്ലേ, ഇവിടെ പോയി 8,680. ഇനി ഇതിൻ്റെ ബാലൻസിങ് ഫിഗർ എന്താണ്? ഇവിടെ വരും 2,10,320 to balance brought down 2,10,320. ജസ്റ്റ് സിമ്പിളാണ്. വർക്കിംഗ് പ്രോഗ്രസ്സും കോൺട്രാക്റ്റ് അക്കൗണ്ടും അതുപോലെ തന്നെ സിമ്പിളാണ്. കോൺട്രാക്റ്റീസ് അക്കൗണ്ട് കേട്ടോ. കോൺട്രാക്റ്റ് അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. കോൺട്രാക്റ്റീ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ, നമ്മളെ കോൺട്രാക്റ്റ് ഏൽപ്പിച്ച ആൾ. കോൺട്രാക്റ്റീസ് അക്കൗണ്ടിൽ എന്താ കാണിക്കേണ്ടത്? ഒരു പേഴ്സണൽ അക്കൗണ്ടാണ്. അപ്പോൾ കോൺട്രാക്റ്റിൻ്റെ അടുത്തുനിന്ന് റിസീവ് ചെയ്ത പൈസ ക്രെഡിറ്റ് ചെയ്യണം. കോൺട്രാക്റ്റിൻ്റെ അടുത്തുനിന്ന് എത്ര പൈസയാണ് റിസീവ് ചെയ്തത്? 1,72,000 അല്ലേ, അത് ക്രെഡിറ്റ് ചെയ്യാം. ബൈ ക്യാഷ് എന്ന് പറയും. ബൈ ക്യാഷ് 1,72,000 ടു ബാലൻസ് ക്യാരി ഡൗൺ ബൈ ബാലൻസ് ക്യാരി. ടോട്ടൽ ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട്, ബാലൻസിങ് ഫിഗർ 1,72,000 തന്നെ വരും. ജസ്റ്റ് അങ്ങനെ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. ഇതൊന്നും പ്രിപ്പയർ ചെയ്യാൻ അങ്ങനെ വരില്ല, എന്നാലും ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഇത്രയും സിമ്പിളാണ്, പറയാണ്ടായിപ്പോണ്ട. ഇനി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ വരും? വർക്ക് ഇൻ പ്രോഗ്രസ് വരും, ക്യാഷ് റിസീവ്ഡ്, മെറ്റീരിയൽസ് ഓൺ ഹാൻഡ്, എന്താ അസറ്റ്സും ലയബിലിറ്റീസും വരും. ലയബിലിറ്റി സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്,
ഈ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇതേപോലെ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടില്ലേ, ആ 2 lakh വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് ഇവിടെ അതിൻ്റെ ബാലൻസിങ് ഫിഗർ. ഇനിയിപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് പ്രിപ്പയർ ചെയ്യാതെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് വർക്ക് ഇൻ പ്രോഗ്രസ് 2,19,000 റിസർവ് കുറച്ചിട്ടുള്ള എമൗണ്ട് എഴുതിയാൽ മതി. 2,10,320 ക്യാഷ് എത്ര റിസീവ് ചെയ്ത് അത് കുറച്ചിട്ട് ബാക്കി എമൗണ്ട്. മെറ്റീരിയൽസ് ഓൺ ഹാൻഡ്, പ്ലാന്റ് അറ്റ് സൈറ്റ് ഇതേപോലെ ഡിപ്രിസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവിടെയും എഴുതാം.